ചെറിയൊരു ചാത്ത സേവ പോലെ ഒരു പരിപാടിയാണ്. ചേട്ടന് പരിചയമുള്ള പരിപാടിയാണ്. ഇത് എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെ സ്റ്റേജിലേക്ക് ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് അവരിങ്ങനെ വിചാരിക്കും, ലൈക്ക് ഒരു മെന്റലിസ്റ്റ് വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും. എനിക്ക് കോൾലെസ് മൈക്ക് ഒന്ന് തരും. താങ്ക് യു. സാധാരണ ആൾക്കാരിങ്ങനെ വിചാരിക്കും എന്തെങ്കിലും കള്ളത്തരം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കുമോ. ഞാനിങ്ങനെ ക്രൂവലായിട്ടുള്ള മെന്റലിസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഈ ചെറിയ പരിപാടികൾ പണ്ടത്തെ കാമുകിമാരുണ്ടായിരുന്നു അങ്ങനെ. അത് ചെറിയൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളിന്റെ പേര് പറയണം. അതായത് വെറുതെ ഒരു പേരല്ല, ആ ഒരാളുമായിട്ട് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ്, മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വൈഫിന്റെ അങ്ങനെ ഭയങ്കര ഓബിയസ് ആക്കണ്ട, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനം. അതായത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഏതെങ്കിലും ഒരാളും ആ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? വെറുതെ എന്താ എക്സാക്ട് ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഒരു ഓർമ്മയിൽ വരുന്ന ഏറ്റവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു അലശു പെട്ടെന്ന് പറയുമ്പോഴേ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ വളരെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും പക്ഷേ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഒരു പേര് പറയോ? ആളുടെ പേരെന്താ? എന്റെ ഒരു ഫ്രണ്ട് ശ്യാം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. ശ്യാമിന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഉണ്ട്, അവനൊരു ബർത്ത്ഡേ ഉണ്ട്. അതൊക്കെ അല്ല എന്താ പറയാൻ പോണെന്നുള്ളത്. അല്ല ആ ഡേറ്റ് ആളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് ഒന്ന് പറയോ? ഡേറ്റ് അത് ഒക്ടോബർ 24. കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 ഈ ഡേറ്റ് ലൈക്ക് ഓർത്തിരുന്ന് അങ്ങനെ എന്തെങ്കിലും വിഷ് എന്തെങ്കിലും കൊടുത്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് കുട്ടിക്കാലം മുതലുള്ളൊരു ശീലമാണ് ഡ്രീം ജേണൽ എന്ന് പറയുന്നത്. കാണുന്ന സ്വപ്നങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിടുന്ന ചെറിയൊരു പരിപാടിയാണ്. നമ്മൾ ഈ പില്ലോയുടെ അടിയിലും ഇങ്ങനെ ചെന്ന് എഴുതാറുണ്ടോ? ഡ്രീം ജേണൽസ് എഴുതാറുണ്ടോ? എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഉറക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് വായിച്ചു കൊടുക്കണം. ഉറക്കെ വായിച്ചോ. I was in a dream when suddenly I heard someone calling my name. I was in a dream when suddenly I heard someone calling a name. Sham, S-H-A-M. That's a spelling വ്യത്യാസമുണ്ടോ? It was a special day, so I looked at the calendar and the date was October 24. Thank you so much. Myself, I'm a mentalist. Thank you so much. അത് ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്യാമേ. ഇതെല്ലാം ഒരു പരീക്ഷണം പോലെയൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ആരെ വിളിക്കാതെ ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടോ? ആരെങ്കിലും വിളിക്കുന്ന ആളെ വിളിക്കണം വേദന ഉണ്ടോ? പോയോ? അല്ല, മെന്റലിസം ഗംഭീരമായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരുണ്ട്. അതിൽ ഒരുത്തിന്റെ പേരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അവരോട് പറയാനുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. അതായത് ശ്യാമിന്റെ ബർത്ത്ഡേ ഒക്ടോബർ 24 എനിക്കത് അറിയാം. ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂസിങ് ചെയ്യില്ല. എന്തുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു എന്ന് വെച്ചാലാണ്, അത് ഓർത്തിരുന്നാൽ മാത്രമേ അതിന്റെ പിറ്റേ ദിവസം ഒക്ടോബർ 25 എന്റെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് ആലോചിച്ച് വെച്ചതും അവന്റെ പേര് പറഞ്ഞതും ബാക്കിയുള്ള എന്റെ സുഹൃത്തുക്കൾ ക്ഷമിക്കാം. ചേട്ടൻ പോയി ചെറിയൊരു പരിപാടി, കുഞ്ഞു പരിപാടി, ചെറിയ പരിപാടി. നമ്മൾ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂജ് ഫാൻ ഓഫ് യു. താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ടൈം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ടൈം. ഇതൊരു
മെന്റലിസമായിട്ടൊന്നും കാണണ്ട. എനിക്ക് ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി എന്നൊരു പരിപാടി ചെയ്യുന്നതായിട്ട് വിചാരിച്ചാൽ മതി. ഹാവ് എ വാച്ച് വിത്ത് മീ. കൈയൊന്ന് ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് ഇതിങ്ങനെ ഡയൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്താൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. മതിയോ? ലോക്ക് ചെയ്യട്ടെ. ഹാവ് എ ലുക്ക്. ആർക്കും പറയണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ടൈം പറയരുത്, ആർക്കും പറയണ്ട, മറന്നു വരുത്. കൈ ഒന്ന് കാണിക്കുമോ? ഇത് സേഫ് ആയിട്ട് ഇങ്ങനെ സെൻഡാക്കി എഴുതിൻ്റെ മുകളിൽ വെച്ചോ. I want you to keep thinking that, like, അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ imagine, like, in front of you there's a white cloud. Yeah, you can see the time, like 12 to again അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ 12 നിന്ന് തുടങ്ങി വീണ്ടും 12 എത്തുന്ന ഒരു ടൈം. You can see the digits are there and the needles are rotating, and 1 2 3 4 5 6 7 8 9. സാധാരണ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ എക്സ്പ്രഷൻസ് എന്നൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. ആളെനിക്ക് ഒരു എക്സ്പ്രഷൻ എന്തായാലും ഇല്ല. ഇഫ് ഐ എം റൈറ്റ്, ഐ വാണ്ട് യു ടു സേ ലൈക്ക് അനന്ത് യുവർ ഓസം എന്ന് ചുമ്മാ പറയണം. തെറ്റിക്കഴിഞ്ഞാൽ കൈയെടുത്ത് തന്നെ സ്ലാപ്പ് ചെയ്യണം. കുഴപ്പമില്ല. സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അനന്തും അതൊക്കെ മോശമല്ലേ? Imagine the time in your mind, like 1 2 3 4 5 6 7 and repeat it like 6 10 6 10. You're amazing. So, You're amazing. what was the time? ഒരു മിനിറ്റ് കയ്യിൽ വെച്ചു, അങ്ങനെ തന്നെ വെച്ചോ. What was the time? അല്ലല്ല, കയ്യിൽ അങ്ങനെ തന്നെ വെച്ചോളൂ. ഇത് ഇങ്ങനെ തന്നെ വെച്ചോ. അതായത് സർപ്രൈസ് ആയിട്ട് നമുക്ക് കാണിക്കാം. What was the time? 6:10. I can do this right now. നമുക്കിത് ഇപ്പം ചെയ്യാം. പക്ഷേ what if ഇപ്പം ഒളിഞ്ഞു നോക്കി ചെയ്യാം. പക്ഷേ what if we can do this before starting the show? എനിക്ക് സ്വപ്നങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈഫിനെ സ്വപ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ദിസ് എ ബാറ്റിൽ ഇസ് ക്ലോക്ക് ആൻഡ് ദ ടൈം സേസ് ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ഹിപ്നിക് ജെർക്ക് എന്ന് പറയും. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗർത്തത്തിലേക്കൊക്കെ വീഴുന്ന പോലെ തോന്നി നമ്മുടെ കാലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇഫ് യു തിങ്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് റാൻഡമായിട്ട് സംഭവിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സേ ലൈക്ക് അത് നമ്മളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി ആയിക്കൂടെ? ഇപ്പോൾ ഈ മൊമെന്റിൽ നടന്നതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ സമയം തരുന്നതെന്ന് പറഞ്ഞു 6:10. അങ്ങനെ ഒരു ടൈം ആള് കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ഈ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും സ്വപ്നങ്ങൾ ഒരു മെമ്മറിയാണ്. If it was a dream, this moment must be a memory because there is no dial on the watch. വാച്ചിന് നീഡിൽസ് ഇല്ല. Thank you. Thank you. Welcome to my show. Mental Skanandula. Thank you. എനിക്കറിയാം. I know you were എല്ലാവരും ഭയങ്കര ഒരു ഹെക്ടിക് ഷെഡ്യൂൾ ആണെന്നറിയാം. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു ഷോ ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു മൂഡിലൊന്നും ആയിരിക്കില്ല എല്ലാവരും. എന്നാലും ഒരു 10-15 മിനിറ്റ് കൂടെ പോകുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഇഫ് യു ആർ കംഫർട്ടബിൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നോട് പറഞ്ഞു ടൈം കുറച്ച് കുഴപ്പമുണ്ടോ? ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്ക് പോകുന്നതിൽ കുഴപ്പമുണ്ടോ? ശരി. എന്താ അതെ എനിക്ക് ഐ വോണ്ട് എ ഫീമെയിൽ. ചേട്ടാ വൈഫ് വന്നിട്ടുണ്ടോ? ചേട്ടൻ്റെ വൈഫായിട്ടാണോ വന്നിട്ടുള്ളത് ഇവിടെ? അതെ ചേട്ടാ ഒന്ന് വരും, ചെറിയൊരു പരിപാടി ചെയ്യാം. ചുമ്മാ അവർക്കെന്റെ പണി കൊടുത്തല്ലോ. ഒന്ന് പോരുക, ചെറുതാ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇരിക്കുന്നതിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീമെയിൽ വോളണ്ടിയറിനെ ഒന്ന് വിളിക്കാൻ പറ്റും സ്റ്റേജിലേക്ക്. അതായത് ഒരു സഹപ്രവർത്തകയോ അങ്ങനെ ഒരു സഹപ്രവർത്തകയോ ഒരു
അങ്ങനെ ആരെങ്കിലും ഒരാളിൽ നിന്ന് വിളിക്കും സ്റ്റേജിലേക്ക്? ആരുണ്ട്? എന്താ ഇവിടെ എനിക്കൊന്നും കാണുന്നില്ല. ആ എനിക്ക് അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരാളെ ലേറ്റിട്ടാ? എനിക്ക് ആണുങ്ങളെ പറ്റില്ല. ഒരു ആണോ? ഫീമെയിൽ വോളണ്ടിയറിനെ വേണം. ഞങ്ങളുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ നായിക ഇരിപ്പുണ്ട്. വേറെ ആരും ഇരിപ്പില്ലല്ലോ. കുട്ടി പ്ലീസ് ജോയിൻ. ഒന്ന് വരാൻ പറ്റുമോ? ബൈ. താങ്ക് യു സോ മച്ച്. നല്ല പേര്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കാറ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പേര് മീനാക്ഷി. മീനാക്ഷി, താങ്ക്സ് അല്ലോ. ഞാൻ മീനാക്ഷിക്ക് ഒരു സമ്മാനം തരാം, ഒരു ടോക്കൺ ഓഫ് ലവ്. മീനാക്ഷിക്ക് പേടിയൊന്നുമില്ലല്ലോ? അല്ല, അങ്ങനെയൊന്നുമില്ല. പൊതുവെ പേടിയൊന്നുമുള്ള കൂട്ടത്തിലല്ലോ? പൊതുവെ പേടിയുള്ള കൂട്ടത്തിലാണ്. ഡിപ്പെൻസ് ഓൺ എന്തിനാണ് പേടി, അതിനനുസരിച്ച്. ഞാനൊരു കഥ പറയാം. ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പണ്ട് മുതലേ ഈ പ്രേതം ലാലേട്ടൻ്റെ മണിച്ചിത്ര താഴെ കണ്ടിട്ട് അന്ന് മുതലേ ഇങ്ങനെ സബ്ജക്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കേട്ടൊരു കഥ, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഇരുന്നപ്പോൾ കേട്ടൊരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ഒരു നഗരത്തിൽ അസ്വാഭാവികമായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അലീസ. ഓർഫനേജിന്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന അലീസയെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് കാണാതാവുന്നത്. പിന്നീട് അറിയുന്നത് അലീസയുടെ മരണവാർത്തയാണ്. സ്റ്റിൽ ദ ക്വസ്റ്റ്യൻസ് റിമെയിൻസ്: ഹൂ, വെൻ, വെയർ, ഹൗ. ഇന്നും ചുരുളഴിയപ്പെടാതെ കിടക്കുന്ന കേസുകളിലൊന്നായി അലീസ മർഡർ കേസ് മാറി. ഈ ഒരു കേസിൽ അധികം ഒരിടത്തും രേഖപ്പെടുത്താതെ പോയ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. അലീസ വാസ് ബ്ലൈൻഡ്. ഒരുപക്ഷെ പ്രേതവും ഭൂതമൊക്കെ സത്യമാണെങ്കിൽ അലീസയെ കൊന്നത് ആരാണെന്നറിയാൻ അലീസയുടെ ആത്മാവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ? ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജി പോലെ ഹാവ് യു സീറ്റ് പ്ലീസ്. ഇരുന്നു ചേട്ടാ. ബൈ പ്ലീസ്. ഈ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും. അങ്ങനെ പല രീതിയിൽ ഡയമെൻഷനിൽ നമുക്കതിനെ ചിത്രീകരിക്കാൻ പറ്റും. Whenever both of you are feeling a kind of sensation, I want you to raise your hand. Comfortable. എപ്പോഴെങ്കിലും കണ്ണടച്ചിരുന്നിട്ട്, എന്താ കണ്ണൊന്നും അടിച്ചു പോയില്ല. ഇതാരെ വിളിച്ചേ? അതായത് take a deep breath. Relax. എപ്പോഴെങ്കിലും ഒരു സെൻസേഷൻ, ഒരാളിങ്ങനെ വന്ന് തൊടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഇങ്ങനെ പൊക്കണം. നല്ല ഇതുപോലെ കൈ ലൈക്ക് ദിസ്. അങ്ങനെ. ഗോട്ട് ഇറ്റ്? ചേട്ടാ, സെയിം ഹിയർ. Whenever you are feeling a sensation, I want you to raise your hand. Okay. കണ്ണടച്ചിരുന്നു. കളിക്കാൻ യൂസ് ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്ന ഡോളായിട്ട് നമുക്കിതിനെ സങ്കല്പിക്കാം. അയ്യോ, ഞാൻ സംസാരിക്കുന്നില്ല, പാട്ട് മാത്രമേ. ചേട്ടൻ കണ്ണടച്ചിരുന്നു. എപ്പോഴാണോ അത് ഫീൽ ചെയ്യുന്നത്, ആ ഒരു എക്സാക്ട് മൊമെന്റിൽ ചെയ്യും. ഇല്ല, എപ്പോഴാണോ അത് ഫീൽ ചെയ്യുന്ന ഒരു സെൻസേഷൻ, നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ വന്നിട്ട് തൊട്ടിട്ട് ഓടിപ്പോകുന്നതാണ്. Whenever you feel sensation, I want you to raise your hand at the exact moment. Got?
മുത്തശ്ശി കഥ പോലെ അവർ പറഞ്ഞു തരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള താങ്ക് യു സോ മച്ച്. യു ആർ വണ്ടർഫുൾ. താങ്ക് യു. മനസ്സിൽ ഇവൻ എന്ത് തന്നെ ഡാൻസ് ചെയ്യണോ? അതെ, നമ്മളിതൊക്കെ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എത്രയൊക്കെ നമ്മൾ ഇതിന്റെ പിന്നിൽ വേറെ സൂപ്പർ നാച്ചുറൽ അബിലിറ്റീസ് ഒന്നും ഇല്ല, ഇതെല്ലാം നമ്മളെ ഒരു മാജിക് പോലെ അല്ലെങ്കിൽ ഒരു കുറേയൊക്കെ സൈക്കോളജിക്കൽ എലമെന്റ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ആൾക്കാർ ഇതിനൊരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ദിസ് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ്. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ അമാനുഷിക ശക്തിയോ ചാത്തൻ സേവിയോ പരിപാടിയൊന്നും ഇല്ല. അപ്പം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു കമന്റ് ബോക്സിൽ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു കമന്റിൽ വന്നൊരു പരിപാടിയാണ് ലോകയിലെ 389 ചാത്തന്മാരിലൊന്ന് ഞാനാണെന്നാണ് അതിൽ കമന്റിൽ. അപ്പം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ദിസ് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. നിങ്ങളെ എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ദാറ്റ്സ് ഓൾ. Hope you enjoyed the show. Thank you so much. Sunil Sharma here. Signing out with lots of love. Thank you. എനിക്കറിയാം കേട്ടോ, ടൈമിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു ടൈം ഹെക്റ്റിക്കാണ്, അല്ലെങ്കിൽ ഇത്തിരി കൂടെ പോവായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ബൈ. നമ്മളെല്ലാവരും സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തൊരു വാക്യമുണ്ട്. ആ ഒരു സെന്റൻസ് നമുക്ക് തന്നൊരു നോവ്, അത് തന്നൊരു ഇമ്പാക്ട്, ദാറ്റ് ഓൾസോ ഹിറ്റ് വെരി ഡിഫറെൻ്റ്ലി. ഉണങ്ങാത്ത മുറിവിൽ ഉപദേശ തന്ന എല്ലാവർക്കും നന്ദി. അനുരാജ് മനോഹർ. Ladies and gentlemen, today when we are here being a part of the success celebration of Nariveda, this initially was his dream. 2.5 വർഷത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കി മാറ്റിയ താരം തന്നെയാണ്. So when we are beginning, definitely we should have his valuable presence and we should definitely listen to his valuable words. So please join me in welcoming with a big round of applause the one and only Anuraj Manohar. Yes, the visionary of Nariveda. ഇത്രയും പവർഫുൾ മൂവിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ച ആളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. സുസർ, ഹായ്, ഗുഡ് ഈവനിങ്. നമ്മൾ നരവേട്ടയുടെ പ്രൊമോഷന്റെ സമയത്ത് കണ്ടപ്പോൾ ആൾ വേറെ ഒരു ലുക്കിലായിരുന്നു. ഇന്നിപ്പോൾ സക്സസ് സെലിബ്രേഷനിലേക്ക് എത്തിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മേക്ക് ഓവർ നടത്തി. കൂടുതൽ മൊഞ്ചലായിട്ടുണ്ടല്ലേ, കൂടുതൽ ഹാൻസം ആയിട്ടുണ്ടല്ലേ. സക്സസ് സെലിബ്രേഷൻ ഭാര്യയാണ്, എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, സക്സസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് നടത്തിയ മേക്ക് ഓവർ ആണോ? ഈ ലുക്ക് എനിക്ക് നാച്ചുറലി ഉള്ളതാണെന്നല്ലേ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ബേസിക്കലി ഇപ്പം ഈ സിനിമയുടെ ഷൂട്ടിംഗ് പ്രൊസീജിയറിലല്ല ഇത് പല ഘട്ടങ്ങളിലായി പല പ്രതിസന്ധി, മറ്റുള്ള സിനിമകളിലെ പോലെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള ഘട്ടത്തിലാണ് നമ്മുടെ ഈ സക്സസ് സെലിബ്രേഷനൊക്കെ നടക്കുന്നത്. എല്ലാ സംവിധാനത്തും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡായിട്ട് വീട്ടിലെ കുടുംബത്തിലൊക്കെ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കുറച്ച് റിലാക്സ്ഡാണ്. ബാക്കി പറയുന്നതല്ല നിങ്ങളാണ്, ഞാൻ അതിന് ഫോൺ ചെയ്യുന്നില്ല. 2.5 വർഷം കഷ്ടപ്പെട്ടു, അപ്പൊ ഇനി റിലാക്സ് ചെയ്യാം, ഇനി ചില്ല് ചെയ്യാം കുറച്ചധികം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും കണ്ടൊരു സെന്റൻസ് ആണ്, ഉണങ്ങാത്ത മുറിവിൽ ഉപ്പ് തേച്ച് തന്ന എല്ലാവർക്കും നന്ദി. വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ബിക്കോസ് നമുക്കറിയാം സിനിമ എന്താണ് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ഇത് കണ്ടതോടെ വി വർ ലൈക്ക്, ഓ മൈ ഗോഡ്, നമ്മൾ എന്താണ് ഇനി കാണാനായിട്ട് പോകുന്നത്. ആൻഡ് നൗ ഇത്രത്തോളം സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് നൽകി ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ആക്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ആൻഡ് ഫോർ ദാറ്റ് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവം ഇന്നത്തെ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കമന്റബിൾ ആയിട്ടുള്ളൊരു ആക്ട് തന്നെയാണ്. സോ ഫോർ ദാറ്റ് can everybody give a big round of applause for this visionary director, I can say. So now നമ്മൾ സക്സസ് സെലിബ്രേറ്റ് ചെയ്ത് സാർ പറഞ്ഞതുപോലെ ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ആശ്വാസമാണ്. സിനിമ ഒരു ഞാനൊരു ഏതാണ്ട് 2011 സഹസംവിധാനമായിട്ട് സിനിമയിൽ വന്ന ആളാണ്. 2019 ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിനുശേഷം 5 വർഷത്തിന് ശേഷമാണ് നരിവേട്ട ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമ അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളെ മീറ്റ് ചെയ്യുക, അതിലെ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് സിനിമ കൃത്യമായ ഓഡിയൻസിലേക്ക് എത്തുക എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ മാറി എന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഈ സിനിമ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തി. ഒരു ഔട്ടറായിട്ടൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലല്ല ഈ സിനിമ നമ്മൾ ആ ടെംപ്ലേറ്റ് മീറ്ററിലല്ല ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ച് സോഷ്യൽ കോഴ്സും കൂടി ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റീഡിങ് കൂടി സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് കിട്ടി, അത് ജനങ്ങളത് ഏറ്റെടുത്ത് അത് അത്തരത്തിലുള്ള റിവ്യൂ എഴുതുന്നു. അതൊക്കെ ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഭയങ്കരമായ സന്തോഷം തരുന്ന കാര്യമാണ്.
സിനിമയ്ക്ക് എപ്പോഴും കാലങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന സംവിധായകരിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം നരിവേട്ട അത്തരത്തിൽ ഇനിയും ഫെസ്റ്റിവൽ റണ്ണുകൾ തുടങ്ങുകയാണ് സിനിമകളുടെ. അപ്പം അത്തരം പ്രതീക്ഷകളും ഒരു ടീമായിട്ട് നമുക്കുണ്ട്. അപ്പം ടോട്ടലി ഇപ്പം നിൽക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഉള്ള ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിൽ അവരുടെ സിനിമ നമ്മുടെ സിനിമ എന്നുള്ള ഒരു കോമൺ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ച ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരോടും തിരിച്ച് ഇവർ ഇപ്പോൾ ടോവി വരാനിരിക്കുന്നു, വാദൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ നമ്മൾ എല്ലാവരും പേരെടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം സന്തോഷമാണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒരു വൈബ് തോന്നുന്നുണ്ടല്ലേ? അത് ശരിക്കും ഇവരുടെ ടീമിനുണ്ട്. കാരണം അത് ഇവരുടെ പ്രൊമോഷൻസിന് പോകുമ്പോഴാണെങ്കിലും ഒക്കെ അറിയാൻ പറ്റും, ഇപ്പോഴും അറിയാൻ പറ്റും. ആൻഡ് സാർ പറഞ്ഞതുപോലെ ഈ ഫിലിം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നം തന്നെയാണ്. അവരെല്ലാവരും ഇന്ന് നമ്മൾ കാണാൻ പോവാണ്. അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. കാരണം ഈച്ച് ആൻഡ് എവ്രി വൺ ഡിസേർവ്സ് എ ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ, റൈറ്റ്? എല്ലാവരും ഓരോ ആളെ തന്നെ നമുക്ക് എടുത്തെടുത്ത് പറയേണ്ടി വരും അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം സാർ. സാറിനെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അല്ല, ഇത് പറയണ്ടേ, സിനിമയുടെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ അതുകൂടി എനിക്ക് പിന്നെ പറയാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ്. ഒരു പൊളിറ്റിക്കൽ ഘട്ടത്തിൽ ഈ സിനിമ നടക്കില്ല എന്നൊരു മൊമെന്റ് വന്നപ്പോൾ സിനിമ ഏതാണ്ട് 25 ദിവസം ഷൂട്ട് ചെയ്യാൻ 25 ദിവസം മാത്രം നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് പ്രൊഡ്യൂസർ ഇല്ലായ്മ എന്നുള്ളൊരു പ്രതിസന്ധി വരികയാണ്. അപ്പോൾ ഞാൻ ഏതാണ്ട് അതിനുശേഷം 25-28 പ്രൊഡ്യൂസേഴ്സിന് സുഹൃത്തുക്കളും അല്ലാതെയുള്ള കോർപ്പറേറ്റ് കമ്പനികളെ ബോംബെ, ചെന്നൈ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി അപ്രോച്ച് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ സിനിമയ്ക്കൊപ്പം നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് ടൊവിയെ നമുക്ക് ആദ്യം തന്നെ ഓർത്തേ പറ്റുള്ളൂ. ആസ് എ ബ്രദർ എന്ന തരത്തിൽ ടൊവി ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട്, അയാൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, അത് പറയാതിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സന്തോഷമുള്ള സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രൊഡ്യൂസർ ഇല്ലായ്മ എന്നുള്ള പ്രതിസന്ധി എനിക്ക് അതിജീവിക്കാൻ പറ്റിയത് 2016 തോന്നുന്നു. പുള്ളിക്കാരൻ സ്റ്റാർ എന്നുള്ള സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കണ്ണൂരുള്ളൊരു ചെറുപ്പക്കാരൻ, 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ നിരന്തരമായി ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നു, എനിക്കൊന്ന് നമുക്കേ കാണാൻ പറ്റുമോ. അപ്പം ഞാൻ ആ മെസ്സേജ് വളരെ അവിചാരിതമായി കണ്ടൊരു മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നു. ആ ചെറുപ്പക്കാരൻ സിനിമയുടെ ലൊക്കേഷനിൽ വരുന്നു, നമുക്കടെ കൂടെ ഫോട്ടോ എടുക്കുന്നു. ആ ചെറുപ്പക്കാരൻ 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ പ്രൊഡ്യൂസറായി എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രതിസന്ധിയിലേക്ക് വരുന്നു. ഒപ്പം ആ വന്ന ചെറുപ്പക്കാരൻ്റെ പേരാണ് ടിപ്പു. പിന്നെ ടിപ്പുവിനോടൊപ്പം ഷിയാസ് കെയും വരുന്നു. അവരുടെ ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ആദ്യ സിനിമയാണ്. ഏതാണ്ട് 20 കോടി രൂപയുടെ അടുത്ത് ടോട്ടൽ ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. അപ്പോൾ എന്നെപ്പോലൊരാളെ വിശ്വസിച്ച്, ആ കഥയെ വിശ്വസിച്ച് അതിലേക്ക് വരുന്നു, ബ്ലൈൻഡായിട്ട് അത് ബഡ്ജറ്റ് ചെയ്യുന്നു, നമ്മളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ ഘട്ടം മുതലാണ് സിനിമയുടെ ലൈഫ് തുടങ്ങുന്നത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ്. അപ്പം അവിടെ നിന്ന് തുടങ്ങുന്ന നന്ദി പറച്ചിലാണ് ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ എണ്ണി പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. താങ്ക് യു. കേൾക്കാൻ നമ്മൾ റെഡിയാണ്. യെസ്, എക്സാക്ട്ലി. സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ടോവിനോ എടുത്തൊരു ഡിസിഷന്റെ ഇമ്പാക്ട് എത്രത്തോളം വലുതാണെന്നെല്ലാം നമ്മൾ കേട്ടിരുന്നു. എന്നാവും ഈ ഒരു ട്വിസ്റ്റ് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് വർഷങ്ങൾക്ക് മുന്നേ അനുരാഗ് സാറുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത്, ദാറ്റ് ഇസ് ടു ലവ്ലി. അതെന്തായാലും അവരിനി വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചോദിക്കാം എക്സ്പീരിയൻസ് അല്ലേ? അപ്പൊ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുന്നതിലും അർത്ഥമുണ്ട്. നമ്മുടെ ഡ്രീമൊക്കെ പിന്നീട് യാഥാർത്ഥ്യമാകും. ഓക്കെ, ദിസ് മൈറ്റ് ബി എ ഹാപ്പി ന്യൂസ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ വാച്ചിങ് ഔട്ട് ദെയർ. അപ്പൊ ഇനി ആർക്കൊക്കെയാണ് നന്ദി പറയാനുള്ളത്? ഇനിയും ഈ ജേർണിയിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് സർ ഒത്തിരിക്കുന്ന മെമ്മറീസ് ഏതൊക്കെയാണ്? അതായത് ഈ സിനിമയുടെ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു സ്വപ്നമാണ്. ഞാൻ വളരെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് വന്ന മേഖലയാണ്. അപ്പം ഞാനിതിൻ്റെ ഓരോ മൊമെൻറ്റും ഇതിലെ കഷ്ടപ്പാടായാലും ഇതിൻ്റെ സന്തോഷമായാലും ഞാൻ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ അതിൻ്റെ സ്ട്രെസ്, ആ ഡിസ്കംഫർട്ട് നമുക്കുണ്ടാവും, അതിൻ്റെ വേദന നമുക്കുണ്ടാവും. സന്തോഷം വരുമ്പോൾ ഓഫ് കോഴ്സ് അത്. പക്ഷേ അതിൽ വീണു പോകാതെ മുന്നോട്ട് നടക്കാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് മെൻറ്റേഴ്സായിട്ട് ആരുമില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലൊരു കുടിയേറ്റ മലയോര ഗ്രാമത്തിൽ നിന്ന് കൊച്ചിയിൽ വന്ന് സിനിമ ചെയ്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് മെൻറ്റേഴ്സ് ആരും തന്നെ ഇല്ല. നമ്മൾ തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് നമ്മളെ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് ഇഗ്നൈറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ മൊമെൻറ്റുകളും, ഇപ്പം ചേരൻ സാർ അടക്കമുള്ള ആർട്ടിസ്റ്റ് നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജയിച്ചടം വന്നു. അപ്പം അത്തരത്തിൽ ഒരുപാട് പേരുടെ ടീം എഫേർട്ടും കൂടിയാണ്. അപ്പോൾ ഇത് എല്ലാം തന്നെ സിനിമയായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എണ്ണി പറയാൻ പറ്റും ഈ സിനിമയുടെ യാത്ര എങ്ങനെയാണ് പറഞ്ഞത്. അത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കണ്ട് പരിചിതമല്ലാത്ത ഒരുപാട് ഹമ്പിൾ ആയിട്ടുള്ള പ്രവർത്തികളിലൂടെ സൂപ്പർ
ഹീറോ ആയി അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സൂപ്പർ ഹീറോ ആയി മാറിയ താരമാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും തൻ്റെ കഴിവിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട്, ആക്ടർ എന്ന നിലയിൽ സ്വയം ചാലഞ്ച് ചെയ്തുകൊണ്ട് ഓരോരോ പ്രോജക്ട്സ് we are seeing him as a wonderful actor, as a promising actor in every film that he is getting committed to. And now ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാം, ഈ സൂപ്പർ ഹീറോ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലാണ് എന്നുള്ളത്. So Kochi, are you ready to welcome our super hero on stage? If yes, join me in welcoming our very own Tobino Thomas. Yes, everyone. Let's welcome the one and only Tobino Thomas to the stage. നല്ല കൈയടി നൽകി തന്നെ നമ്മുടെ സ്വന്തം ടോവിനോ തോമസ്, നമ്മുടെ സ്വന്തം സൂപ്പർ ഹീറോ. റീസെന്റ് നമ്മുടെ ചാത്തനും കൂടിയാണല്ലേ? Yes, നമ്മുടെ സൂപ്പർ ഹീറോ. നിങ്ങൾ ആരും കണ്ടു കാണില്ല, നമ്മളിവിടെ ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും ആത്മാർത്ഥതയോടെ, ഉള്ളിൽ തട്ടി ഇത്രയും ഗംഭീരമായിട്ടൊക്കെ വെൽക്കം ചെയ്യുമ്പോൾ, വെൽക്കം ചെയ്ത് കഴിഞ്ഞ ആളവിടെ കമന്ന് കിടന്ന് ചിരിക്കുകയായിരുന്നു അല്ലേ? നിങ്ങൾ ഈ ഭയങ്കര ഒച്ചയില് കൊച്ചി വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്ര ഒച്ച എടുത്തിട്ട് അവിടെ നിന്ന് ഒച്ച തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. ഞാനാണ് അവിടെ ഇരുന്ന് ഉരുകേണ്ടത്. ആ ഒച്ച നമുക്കൊന്ന് അറിയിക്കണ്ടേ? അല്ല, ഒച്ച ഉണ്ടായിരുന്നു കേട്ടോ. റെഡിയാണോ കൊച്ചി? ഇപ്പൊ റെഡിയാണോ? മറ്റുള്ള ആളൊന്നുമില്ല അവിടെ. അവരവിടെ ഇത്ര പേര് മതി അല്ലേ? ഉള്ള ആൾക്കാർ വെച്ച് നമ്മൾ പവർ കാണിക്കും അല്ലേ? അപ്പൊ ഇത് നമുക്കൊരു ചാലഞ്ച് ആണ്. ടോവിനോ തോമസ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ അത്രയും ഒച്ച വെക്കത്തില്ല, അത്രയും ബഹളം വെക്കത്തില്ല, അത്രയും ഓളം ഉണ്ടാക്കത്തില്ല. നമുക്കൊന്ന് കാണിച്ചാലോ? കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ. ഇല്ല, ഇത് നമ്മളൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് നമ്മളൊന്ന് ഒച്ച വെച്ച് ക്രൗൺ പ്ലാസ മാത്രമല്ലേ, കൊച്ചിനെ മൊത്തം ഒന്ന് അറിയിച്ച് നമുക്ക് ആഘോഷിക്കാം അല്ലേ? കൂടെ നിൽക്കണം, നാച്ചിക്കരുത് പ്ലീസ്. സോ എവരിബഡി ഫോർ a superhero Tobino Thomas. 3, 2, 1. ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഹാപ്പി ആയോ? ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു, അത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്നിട്ട് ഓക്കെ, എനിവേസ് അല്ല, എപ്പോഴും അതെ, നമ്മൾ എത്ര ഹൈക്ക് കൊടുത്ത് ഇൻട്രോ കൊടുത്ത് വെൽക്കം ചെയ്താലും ആളിങ്ങനെ നാണിച്ച് ചിരിച്ച് അങ്ങനെയാണ് സ്റ്റേജിലേക്ക് വരെ. ഒരു മാസ് എൻട്രി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും ആ ഹംബിൾ ആയിട്ടുള്ള ചിരി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ദാറ്റ്സ് വൈ യു ആർ ആർ സൂപ്പർ ഹീറോ. ജീവിതത്തിൽ അത്ര മാസമൊന്നുമല്ല, ഒരു ഫീൽ ഗുഡാ. ഓക്കെ, അപ്പോ വർഗീസ് പീറ്റർ, ആക്ച്വലി ഞാൻ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫിലിമിൽ ഉള്ള ഒരാൾക്ക് ഒരു ലോങ് വോയിസ് അയച്ചു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. ടോനോ ചേട്ടൻ ഇത്രയും ചെയ്തത് ഒരുപാടുണ്ട് നല്ല മൂവീസ്, ബട്ട് ഈ ഒരു മൂവി ഭയങ്കരമായിട്ടുള്ള ഇന്നസെൻസ് ആണെങ്കിലും ഫൈറ്റ് സീൻസ് ആണെങ്കിലും കരച്ചിൽ എല്ലാം എത്ര ബ്യൂട്ടിഫുൾ ആണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും പറഞ്ഞു ലൈഫിൽ ഇത്രയും സിനിമാസിലെ ഒരു ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത് തന്നെ ഒരു മൂവി തന്നെ ആയിരിക്കും നരിവേട്ട അല്ലേ? സോ വർഗീസ് പീറ്റർ ആയിട്ട് ചെയ്തു. ഇപ്പോൾ നരിവേട്ട മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ നൗ? ആദ്യം തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സ്റ്റീഫൻ, ഇന്ദ്രേട്ടൻ തുടങ്ങി നമ്മളുടെ ഈ സിനിമയുടെ ഭാഗമല്ല എന്നേ ഉള്ളൂ. ഞാനും ഇന്ദ്രേട്ടനും തമ്മിലുള്ള അടുപ്പമൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഏത് പാതിരാത്രിക്കാണെങ്കിലും ഇന്ദ്രേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്ന് ശല്യപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുള്ള കുറച്ചെങ്കിലും ഞാൻ രാജുവേട്ടൻ തമ്മിലുള്ള ബന്ധമൊക്കെ അടുപ്പമൊക്കെ ആൾക്കാർക്ക് അറിയായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഞങ്ങൾ തമ്മിൽ ഉള്ള ഒരു അടുപ്പമുണ്ട്. അത് മാത്രമല്ല, പണ്ട് മൊയ്തീൻ കണ്ടിട്ട് ചേട്ടൻ ഡബിങ് സ്റ്റുഡിയോയിൽ നിന്ന് എൻ്റെ കുറച്ച് സീൻസ് കണ്ടിട്ട് അന്ന് എന്നെ ആർക്കും അറിയാത്ത ഒരു സമയത്ത് അന്ന് ഇന്ദിരേട്ടൻ എന്നെ പറ്റിയിട്ട് വളരെ നല്ല കമന്റ് പറഞ്ഞത് അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. ഇന്നും ഇവിടെ വന്ന് വളരെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സീയിങ് സച്ച് സ്വീറ്റ് തിങ്സ് അബൌട്ട് യു. ചേട്ടൻ അങ്ങനെയാണ്, പൊതുവെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിനെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരുപാട് സന്തോഷം ചേട്ടാ. അത് മാത്രമല്ല ഇന്ന് ഇവിടെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിൽ ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാവരും വളരെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. ഞാനും അനുരാജും അല്ലെങ്കിൽ ഷമീറും ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ളതാണ്. ജേക്സേട്ടൻ എത്രയോ പടങ്ങൾ ഞങ്ങൾ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, അടുത്തതും ചെയ്യാൻ പോകുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആക്ടേഴ്സായിട്ടും ടെക്നീഷ്യൻസും ആയിട്ടും അതുപോലെ ഈ സിനിമയിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടായിരുന്നവർ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ അടുപ്പമായവരുണ്ട്, പുതുതായിട്ട് പരിചയപ്പെട്ട് വളരെ അടുപ്പമായവരുണ്ട്. അങ്ങനെ എന്നും ഓർത്തിരിക്കാവുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. സിനിമ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെയായിരുന്നു.
എല്ലാവരും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ മെമ്മറി ഉണ്ടോ? സ്പെഷ്യൽ മെമ്മറി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപോലെ എല്ലാവരും ഈ സിനിമ നന്നാവണമെന്ന് ആഗ്രഹിക്കുകയും വി വെർ ഓൺ ദ സെയിം പേജ്, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു അത്യാവശ്യം ഹെക്ടിക്കൊക്കെ ആവേണ്ട ഷൂട്ട് പോലും എല്ലാവരുടെയും സഹകരണം കാരണം കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അതോടൊപ്പം അതിന് വളരെ കട്ടയ്ക്ക് കല്ല് പോലെ കൂടെ നിന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് മുതൽ സിനിമ ഇറങ്ങി ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അനുരാജും ടിപ്പും എന്നെ കാണാൻ വേണ്ടി തൊടുപുഴ വന്ന് ഞങ്ങൾ അവിടെ ഒരു ദിവസം എന്റെ അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം പോകുന്നതാണ്. അങ്ങനെ ഇതൊരു സിനിമയ്ക്ക് അപ്പുറത്തും ഉള്ളൊരു സൗഹൃദങ്ങൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. നമ്മൾ കുറേ നാള് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അടുപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ദിവസത്തെയും ഷൂട്ട് നമുക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അതിനുശേഷം വൈകുന്നേരം ഷൂട്ടിങ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കാനും പേഴ്സണൽ കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യാനും അടുപ്പമുള്ള ആളുകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയായിട്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ അത് ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിത് വെറുതെ ഒരു സക്സസ് മീറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു പറയാൻ വേണ്ടി പറയുന്നതല്ല, ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഇത് നമ്മൾ ഈ സിനിമയുടെ പാക്കപ്പ് പാർട്ടിക്കും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും സന്തോഷത്തോടെ എല്ലാവരും ഒരു ടീമായിരുന്നു. അതായത് ഒരു കോമൺ എനിമിയൊക്കെ ഉണ്ടാവും ചില സിനിമകളിൽ. അത് ചിലപ്പോൾ നായകനാവാം, അയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് ഇന്ന് ആൾക്കാർ ചിലപ്പോൾ പ്രൊഡ്യൂസറാവാം, ചിലപ്പോൾ ഡയറക്ടറാവാം, അങ്ങനെ ഏതെങ്കിലും ഒരാളൊക്കെ. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കോമൺ എനിമി പോലും ഇല്ല. എല്ലാവരും അതായത് ഒന്നും ആ എനിമിറ്റി എന്ന് പറയുന്നതും അത് അങ്ങനെ ശത്രുതയല്ല, പക്ഷെ അതേ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾക്ക് അത്ര അടുപ്പമില്ലാത്ത ഒരാള് ചിലപ്പോൾ ലൊക്കേഷനുകളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ സിനിമയിൽ എല്ലാവരും തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസം മാത്രമോ അല്ലെങ്കിൽ സിനിമ OTT ഇറങ്ങുന്ന ദിവസമോ മാത്രമല്ല ആ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാവുന്നത്. ആ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ ദിവസവും നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അതൊക്കെ വിട്ട് സിനിമയിലേക്ക് വന്ന് സിനിമയിൽ നിൽക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഞാൻ എനിക്ക് അത്രയൊന്നും ആഗ്രഹമില്ലാത്ത ഒരു ജോലിയിൽ നിന്ന് വന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഓരോ ദിവസവും നമുക്ക് ആസ്വാദികരമാവുക എന്ന് പറയുന്നത് സിനിമ വിജയിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ വിജയപരാജയം ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ജോലി എന്നുള്ളതിനേക്കാൾ എല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു. ഇതെല്ലാം കൂടി ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ഒരു സിനിമ ഉണ്ടാകുന്നു. അതിലെ മാജിക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹാപ്പൻ ചെയ്യുന്ന മാജിക്ക് നമ്മൾ ആസ്വദിക്കുന്നു. അത് പ്രേക്ഷകർക്ക് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് നമ്മൾ ഇത്രയും കാലം കണ്ട സ്വപ്നവും ഇഷ്ടമൊക്കെ ആയിട്ട് ആ സിനിമയായിട്ട് പ്രേക്ഷകർക്ക് വെച്ചു കൊടുക്കുന്നു. അവരത് കാണുന്നു, ഈ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്തുള്ള പെർഫോമൻസുകൾ ശ്രദ്ധിക്കപ്പെടുന്നു, ഇതിനകത്ത് പറഞ്ഞ ആശയം ആളുകൾക്ക് മനസ്സിലാവുന്നു, ഒരു ഓർമ്മപ്പെടുത്തലാവാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമായി സഞ്ചരിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോ ടെക്നീഷ്യൻസിനോടും ഓരോ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കോ ആക്ടേഴ്സിനോടും അതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ പോലെ മെയിൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും മേജർ ആർട്ടിസ്റ്റുകളും അല്ലാതെ ദിവസേന ഒരു കുറച്ച് ദിവസങ്ങളോളം ഒരു 1-2 ആഴ്ചയൊക്കെ 1000 പേരൊക്കെ സിനിമ സെറ്റുകളിൽ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മളൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് അവിടെ എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ അത് ഒരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് അങ്ങനത്തെ സീക്വൻസുകളൊക്കെ ഷൂട്ട്. അപ്പൊ അവരോട് ഓരോരുത്തരോടും അവിടെ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളുകളോടും നമ്മളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രൊഡക്ഷൻ്റെ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ട് ആണെങ്കിലും തുടങ്ങി ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന കോസ്റ്റ്യൂം തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷവും അറിയിക്കുന്നു. അപ്പോൾ ബേസിക്കലി അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുള്ള ഒരു ഓർമ്മയായിരുന്നു. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുകയും സന്തോഷവാനായിട്ടുള്ള ലാഭം കിട്ടിയ നഷ്ടം സംഭവിക്കാത്തൊരു പ്രൊഡ്യൂസർ ബാക്കി ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചേരൻ സാറിന് ഇത് ഞാൻ പല രീതികളിലും ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മള് ഒരുപാട് മുമ്പ് ഞാനൊക്കെ സിനിമ എന്ന് പറയുന്ന ആഗ്രഹിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇവിടെയൊക്കെ തരംഗമായ സിനിമയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സിനിമ. അന്ന് മുതൽ അത് മാത്രമല്ല, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചത് കാരണം കൊണ്ട് മറ്റ് സിനിമകളും എനിക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ
സാറിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. ആൻഡ് സാറിന്റെ ഫസ്റ്റ് മലയാളം മൂവി കൂടിയാണല്ലേ നരിവേട്ട. അത് ഒരു ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ ടച്ചിലുണ്ടായിരുന്നതാണ്. ഈ സിനിമയിൽ വന്നപ്പോൾ കുറച്ചും കൂടെ ആ അടുപ്പം കൂടുതലായി. അത് ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. പിന്നെ സുരാജ് ചേട്ടൻ, പിന്നെ നമ്മുടെ കൃഷ്ണൻ മഹാകൃഷ്ണൻ, ഞങ്ങൾ കുറേ സിനിമകളായി ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ തുടങ്ങി ഒരുപാട് പേര് നമുക്ക് ഓരോരുത്തരെ ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ വിഷമമാകുന്നുള്ള കാരണം കൊണ്ടാണ്. എല്ലാവരും എവരിവൺ എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇനിയും നമുക്ക് കുറേ സിനിമകൾ ചെയ്യണം, നമുക്ക് അടിച്ചു പൊളിക്കാം. താങ്ക് യു സോ മച്ച്. ആബ്സല്യൂട്ട്ലി. സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് തന്നെ വിജയമായ സിനിമയാണ് നരിവേട്ട എന്നാണ് ടോവിനോ തോമസ്, നമ്മുടെ സ്വന്തം ടോവി, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഷൂട്ടിംഗ് മുതലേ വിജയിച്ച സിനിമ, അത്രത്തോളം എൻജോയ് ചെയ്ത് ഒരു പ്രോസസ്. ഇറ്റ് വാസ് സോ ലവ്ലി ടു ഹിയർ ടു യു. ആൻഡ് ഓൾസോ അനുരാജ് സാർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്ത സമയത്ത് യു വർ സ്റ്റാൻഡിങ് ആസ് എ സേവിയർ ടു കണ്ടിന്യൂ ദ ജേർണി ഓഫ് നരിവേട്ട. സേവിയർ അല്ല, ഫ്രണ്ട്. ഐ ആം എ വെരി ഗുഡ് ഫ്രണ്ട്. ആസ് എ ഫാമിലി, യെസ്, ഫ്രണ്ട്. സേവിയർ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ ടെക്നിക്കലി കുറച്ചുകൂടെ ബെറ്റർ വേർഡ്. എല്ലാവരും ഒരു ഫാമിലി തന്നെയാണ് നരിവേട്ട. ആൻഡ് ഒരു കാര്യം കൂടി, നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായി ഒന്നും കൂടി നമ്മൾക്ക് ടൊവിനോ ചേട്ടൻ നമ്മളെല്ലാം കുറച്ചും കൂടി ഒന്ന് പ്രൗഡ് ആക്കിയിരിക്കുകയാണ്. സെപ്റ്റിമിയാസ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ഒരുപാട് സന്തോഷം. പ്ലീസ് ഗിവ് മീ ബിഗ് ഹാൻഡ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. സോ അതിനെപ്പറ്റി ഒരു 2 വാക്ക് കൂടി സംസാരിക്കാമോ പ്ലീസ്? അത് എനിക്കെന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് തന്നെ ആ അവാർഡ് കിട്ടി എന്ന് പറയുന്നത്, അത് ഈ സക്സസ് സെലിബ്രേഷനിൽ വെച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങള് എന്താ പറയുക, ആ അവാർഡ് ഫംഗ്ഷന് ഞാൻ പോവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൊരിക്കൽ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു അത് ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ, ബെസ്റ്റ് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ, ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള ഒരു റെപ്രസെന്റേഷൻ. നമുക്ക് ഇതുപോലെ ഒരു വലിയ റൂമിനകത്ത് പല കോണ്ടിനെന്റുകളിൽ, അപ്പോൾ ഒരു കോണ്ടിനെന്റിൽ ഒരുപാട് രാജ്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ഒരു 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 നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഇരിക്കുന്ന ഒരു ഹോളാണ്. ആ ഹാളിലിരിക്കാനും അവിടെ വരുന്ന ആളുകളെ കാണാനും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം പോയത്. അന്ന് 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് എനിക്ക് സെപ്റ്റിമസ് അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറം ആംസ്റ്റർഡാമിലേക്ക് പോകാനായിട്ടൊരു കാരണം, വീട്ടിലും നാട്ടിലും സിനിമ സെറ്റുകളിലൊക്കെ പറയാനായിട്ട് വെറുതെ എനിക്ക് ടൂർ പോകണം എന്ന് പറഞ്ഞാലും വിടൂല്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഈ അവാർഡ് ഫംഗ്ഷന് നോമിനേഷൻ കിട്ടിയപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ആരോടും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അവിടെ ചെന്ന് ഭാഗ്യവശാൽ നമ്മുടെ ഇവിടുന്ന് തന്നെ ഒരുപാട് പേർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റു ആൾക്കാർക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും നോമിനേറ്റഡ് ആയിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത്, അത് ഈ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ We മച്ച്. are also so happy. അച്ചീവ്മെന്റ്സ് അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു പേഴ്സണൽ വിക്ടറി പോലെ തന്നെ തോന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇത് പേഴ്സണൽ വിക്ടറി എന്നുള്ളതിനേക്കാളും ഇത് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒരു ഏകാംഗ നാടകം അവതരിപ്പിച്ചിട്ട് കിട്ടുന്ന അവാർഡല്ലല്ലോ. അപ്പൊ ഞാനിതിനകത്തൊരു സീനിൽ അഭിനയിക്കുകയാണെങ്കിൽ പോലും ആ സീനിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഫ്രെയിമിൽ കാണാത്ത ഒരുപാട് പേരുണ്ടോ, അവർക്ക് എല്ലാവർക്കും ആവേശപ്പെടാണ്. അതെ, അവരെയാണ് നമ്മൾ ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും നേരം അവാർഡ്സ് കൊടുത്തവരൊക്കെ ഈ മൂവിയുടെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട്. ഞാൻ ഇപ്പൊ ഈ സിനിമയില് ഒരു പ്രധാന വേഷം അഭിനയിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനല്ല ഈ സിനിമ എന്നെനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. മറ്റുള്ള എല്ലാവരെയും പോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് മാത്രമാണ് ഞാൻ, ഒരു ആക്ടർ, ഏത് ആക്ടർ ആണെങ്കിലും. ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി ടോവിനോ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തലയെ താട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതോ ലോകത്താണ്. ആദ്യമായിട്ട് ഇത്ര അടുത്ത് കണ്ടോണ്ട് ഒരുപാട് സന്തോഷം. അറിയില്ല, സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞല്ലേ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചേ. ചോദിച്ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഞാൻ ആളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിലുള്ളത് എന്താണെന്നറിയോ? സൂപ്പർമാൻ. ഓക്കേ, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സൂപ്പർമാൻ ഇതെനിക്ക് നമ്മുടെ മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസേഴ്സിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അന്ന് കെവിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഭയങ്കര സൂപ്പർമാൻ ഫാൻ ആണെന്ന് കെവിനും അറിയാം, കെവിനും ഭയങ്കര സൂപ്പർ ഹീറോ ഫാൻ ആണ്. അപ്പൊ അങ്ങനെ അന്ന് ആ സമയത്ത് കിട്ടിയത്. വെൽക്കം ഷൈജാന. വെൽക്കം ഷൈൻ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോ ഏതാ അതുപോലെ ഷൈൻ ചേട്ടനും എനിക്ക് ഈ പറയുന്ന പോലെ സ്വന്തം സഹോദരനെ പോലെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങള് നിരവധി സിനിമകൾ ഒരുമിച്ച് ചെയ്തു. ഞങ്ങളുടെ നാട്ടുകാരാണ്.
ഷൈൻചേട്ടാ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായത് സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫാമിലി പോലെ കൂട്ടായി ഹാർഡ് വർക്ക് ചെയ്ത് തരവേറ്റയുടെ സക്സസ്സിൽ നിൽക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച കുറച്ച് പേരെ നമുക്ക് ഈ മൊമെന്റിൽ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം അല്ലേ. സോ നൗ our dearest Tovino Thomas will be presenting the mementos art departmentലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ A one and only Vedan onto the stage. Everyone, please give him a big hand of applause. And can you just increase the volume? കുറച്ചധികം വോളിയം ആയിക്കോട്ടെ. ഈ ഒരു ട്യൂണൊക്കെ തന്ന ഓണം ചെറുതല്ല. So Ladies and gentlemen, the voice of many, the one man who is here with his struggle. Vedan onto the stage and yes, hello. ആക്ച്വലി ആദ്യമായിട്ടാണ് അത്രയും അടുത്ത് നിന്ന് കാണുന്നത്. ഒരുപാട് സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഈ ഒരു മൊമെന്റ് വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ഗൂസ് ബംസ് കിട്ടിയ ഒരു നിമിഷമാണ്. ആ ഒരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സ്വന്തം വേടൻ അതേ ഒരു ക്ലാസ് ആൻഡ് മാസ് ലുക്കിൽ സ്റ്റൈലിൽ ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ശബ്ദമായി മാറിയ ആളാണ്. ആ ഒരു ശബ്ദം നമുക്ക് എല്ലാവർക്കും ഒരു ലഹരിയാണ്. ലൈക്ക് ഒരു ചെറിയ ആളാണെങ്കിലും ഈ ഒരു വോയിസിന് പിന്നിൽ ഫാൻ ആയിട്ടുള്ളത് ചെറിയ കുട്ടികളല്ല, എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഫാനായി ആ ഒരു സൗണ്ടിനെ ക്രേസി ആയിട്ട് കണ്ട് ലഹരിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പറയുമ്പോഴും താഴെ നോക്കി ഏറ്റവും ഹമ്പിളായി ഏറ്റവും വിനയാന്വിതനായിട്ട് നിൽക്കുകയാണ്. ആൻഡ് വേടന മയക്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഗൂസ് ബംസ് മൊമെന്റ് നമുക്ക് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ലുക്ക് അറൗണ്ട് ഓൾ ദി ക്യാമറാസ് ഹിയർ, എവരിബഡി ഈസ് റെക്കോർഡിംഗ് ദിസ് ആൻഡ് ദിസ് ഈസ് earned by this one man. ഒരൊറ്റയാൾ പോരാട്ടം നടത്തി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന the one and only Vedan. Can we have that song for one more time? Yes, everyone. Big round of applause for Vedan. Voice of voiceless, Mr. Vedan is here on the stage. Everyone, please give him a big hand of applause. Music please. Music. താങ്ക് യു. ഭയങ്കര ഇൻട്രോ ആയി പോയത്. പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഇത്ര intro ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. hype പ്രതീക്ഷിച്ചില്ല. ഞാൻ വന്ന പ്രതീക്ഷിച്ചില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും വർത്തമാനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് സ്റ്റേജിലിട്ട് എനിക്കൊരു പണി തരും എന്ന് വിചാരിച്ചു. താങ്ക് യു. എന്താണ് ഇപ്പൊ ദാ എല്ലാവരും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എവ്രിബഡി ഈസ് റെക്കോർഡിംഗ്. എന്താണ് നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇത്രയും സക്സസ്ഫുൾ ആയതിന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ജയ്ക്ക് ചേട്ടൻ എനിക്ക് വിശ്വസിച്ച് ഒരു പണി തന്നു, മോനെ ഈ പണി ചേട്ടാന്ന് പറഞ്ഞിട്ട് അനുരാജ് ചേട്ടനൊക്കെ എന്നെ വീട്ടിൽ വന്ന് കാണുകയാണ് ചെയ്തത്. ഇത് നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി അനുരാജ് ചേട്ടൻ. താങ്ക് യു സോ മച്ച്. എനിക്ക് പറ്റിയ പോലെ നമുക്ക് പടത്തിന്റെ ഒരു ബേസിക് എനിക്ക് അറിയാവുന്ന എനിക്ക് പറ്റിയ പോലെ മെച്ചപ്പെട്ട രീതിയിൽ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പാട്ട് ഹിറ്റായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു. പാട്ട് തീർച്ചയായിട്ടും ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഈ പാട്ട് ആ മൂവിക്ക് കൊടുത്ത പവർ ചെറുതൊന്നും അല്ല. ഒരു വരി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി please, അല്ലേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഒരു വരി പ്ലീസ്. ഇത്രയും നേരം നമ്മൾ റെക്കോർഡ് ചെയ്ത് അത് കേട്ട് ഗൂസ് ബംസ് ആണെങ്കിൽ അപ്പൊ ഓരോ ചെടിക്കും ഓരോ ഉയിര്, അതിനീരോടും വേരിനും ഒരു ഉയിര്, മനിതനുയിരും ഒരു പോലല്ലേ, അത് പുരിയാനിനിയും നാൾ നീളല്ലേ, മരക്കിളയെ വനക്കിളിയെ മനിതനരമരത്തിൻ മനമില്ലയെ, മരക്കിളയെ വനക്കിളിയെ മനിതനരമരത്തിൻ മനമില്ലയെ. മറന്നുപോയി കൊറേ ഇല്ലേ. ദാറ്റ്സ് ഓക്കേ. ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലൈവായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാർ ഈ ഒരു ശബ്ദത്തിന് വേണ്ടി തിരക്ക് കൂടുന്നത്. ഏത് പ്രോഗ്രാം ആണെങ്കിലും എത്രത്തോളം ബഹളത്തിനിടയിൽ നിന്നാണെങ്കിലും വേടന്റെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നതിന്റെ റീസൺ ഇത്ര ലൈവായിട്ട് അടുത്തുനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് അവാർഡ് ഒരു 2 മിനിറ്റ് അതവിടെ വെച്ചു. ഞങ്ങൾ ഇനി മൈക്ക് കൊടുക്കുമെന്നൊരു പേടിയുണ്ട് വേടന്. സോ ഇല്ല. സോ യെസ്, അപ്പോൾ നമുക്ക് ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൗ ലെറ്റ് മീ ഇൻവൈറ്റ് അവർ കൺസൾട്ടന്റ് മിസ്റ്റർ നിസീദ് ചന്ദ്ര ഹസൻ. മിസ്റ്റർ നിസീദ്, ഡു വി ഹാവ് മിസ്റ്റർ നിസീദ് ഓൺ ദ സ്റ്റേജ്? Our digital distribution partner, Mr. Shemamo Entertainment team ആണ് our digital distribution partner. Do we have anyone from Shemaro Entertainment? Our distribution. Okay, Shemamo Entertainment.
Okay, now we have Shimamo Entertainment team on the stage. Now let me invite our distribution manager, Mr. Mohanan Pillai. Mr. Mohanan Pillai, do we have Mr. Mohanan Pillai here? And our another distribution manager, Mr. Achan. Mr. Achan Chovalur. Our certification script, Shyam Padmakumar. Mr. Shyam Padmakumar. Our distribution manager, Mr. Shivakumar from Trivandrum. Mr. Shivakumar. Yes, sir. Please come on to the stage. അപ്പ് നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടീം മെമ്പേഴ്സിനെയാണ് നമ്മൾ ഇനി സ്വാഗതം ചെയ്യുന്നത്. Here we have our distribution manager, Mr. Shivakumar. ശിവകുമാർ സാറിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ ടീമിന് മെമൻറ്റോ നൽകുന്ന സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. All the team members, please be ready. AGS Entertainment Network, Bangalore Kumar Films, Berkshire Dream House, Future Run-Up Films team or distribution team ആണ് Future Run-Up Films team. അതിനോടൊപ്പം തന്നെ ഐക്കോൺ സിനിമാസ്, മൈത്രി മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഫാസ്റ്റ് ഫിലിം, വൈഡ് ആംഗിൾ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ടീം മെമ്പേഴ്സ് ഓരോരുത്തരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let me call out their name again. Our AGS Entertainment Network team, our distribution team, Bangalore Kumar Films team, Berkshire Dream House team, Future Run-Up Films team, Icon Cinemas team. നമ്മളിവിടെ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ മീഡിയസ് അവിടെ വേഗനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സൈറ്റ്മെന്റ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. സോ യെസ്, നൗ വി ഹാവ് അവർ ഡിസ്ട്രിബ്യൂഷൻ ടീം ഓൺ ദ സ്റ്റേജ്. ഐക്കൺ സിനിമാസ് ടീം, മൈത്രി മൂവി ഡിസ്ട്രിബ്യൂഷൻ ടീം, ഫാസ്റ്റ് ഫിലിം ടീം, വൈഡ് ആംഗിൾ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ടീം. That was our distribution team. ഡിസ്ട്രിബ്യൂഷൻ ടീം മെമ്പേഴ്സ് എല്ലാവരും വേദിയിലെത്തി മെമൻറ്റോ ഏറ്റുവാങ്ങി എന്ന് നമ്മൾ കരുതുകയാണ്. സോ നൗ ഐ തിങ്ക് പാട്ടിനെ കുറിച്ച് സംസാരിച്ച് വേടൻ്റെ പാട്ട് കേട്ട് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു മെമൻറ്റോ ഉണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഓൺ ദിസ് ടൈം ഹിയർ വി ആർ വെൽക്കമിംഗ് അവർ മ്യൂസിക് പാർട്ണർ സോണി മ്യൂസിക്. ആൻഡ് ഓൾസോ ഗെസ് വാട്ട്, ഹിയർ വി ഹാവ് ദ valuable and lovely presenter Tovino Thomas. Everyone, please give me a big hand of applause. വേടൻ ഒരു 2 minutes Vedan ഹോൾഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഐ തിങ്ക് യു ആർ ഓക്കെ. Vedan actually ഇവിടെ busy ആണ് with the social media team here. He is very busy. ഒരു പക്ഷേ നരവേട്ട സക്സസ് സെലിബ്രേഷൻ നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ നമ്മൾ തിരഞ്ഞ മുഖമാണ് ടോവിനോ തോമസിൻ്റെത്. ആൻഡ് ഫൈനലി ഹി ഈസ് ഹിയർ. എൻട്രൻസിലെ തിരക്ക് കണ്ടപ്പോൾ നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കിയ ബഹളം ഇനിയും അവസാനിച്ചിട്ടില്ല. എവറി ക്യാമറ ഹിയർ ഇൻ ദ ഹാൾ ഇസ് അപ്പ്, എവരിബഡി ഈസ് റെക്കോർഡിംഗ്. നമ്മുടെ സ്വന്തം ടോവിനോ തോമസ് നരവേട്ട സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ ഓരോരുത്തരെയും കണ്ട് പേഴ്സണലി സന്തോഷം അറിയിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ലവ്ലി ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ആർ വണ്ടറിങ് എപ്പോഴായിരിക്കും നമ്മുടെ സ്റ്റാർസിനെ ആക്ടേഴ്സിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്, എല്ലാവരും വെയിറ്റ് ചെയ്യാം അല്ലേ? കുറച്ചധികം വെയിറ്റ് ചെയ്യണം തോന്നുന്നു. എല്ലാവരും കുറച്ചധികം വെയിറ്റ് ചെയ്യാം. യെസ്, ബട്ട് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന മുഹൂർത്തം ഇവിടെ എത്തിക്കഴിഞ്ഞു. ടോവിനോ തോമസ് ഇസ് ഹിയർ. ഓൾ മീഡിയ ഫ്രണ്ട്സ് എല്ലാവരും ദയവായി 2 സൈഡിലേക്ക് നീങ്ങി നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സ്റ്റേജിലെ
സെഷൻസ് നമ്മൾ തുടരുകയാണ്. മീഡിയ എനി ഡിലേ എല്ലാ മീഡിയ ഫ്രണ്ട്സിനെയും സഹകരണം നമ്മൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് സെന്റർ പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ദയവായി സൈഡിലേക്ക് നീങ്ങി നിൽക്കുക. എല്ലാവരും ദയവായി ശ്രദ്ധിക്കുക. പ്ലീസ് നമ്മുടെ മെമന്റോ ഡിസ്ട്രിബ്യൂഷൻ സെറിമണി നമുക്ക് തുടരേണ്ടതുണ്ട്. എല്ലാവരും ദയവായി സഹകരിക്കുക. രണ്ട് സൈഡിലേക്ക് ദയവായി നീങ്ങി നിൽക്കുക. സ്റ്റേജിൽ നമുക്ക് മറ്റൊരു താരം കൂടിയുണ്ട്. Can we have you back on stage? You please come back. Veden is very busy with his fans. But yeah, നമ്മളുടെ token of appreciation memento distribution ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ പാട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ പാട്ടുകാരൻ വേദിയിലുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ മൊമെന്റിൽ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട മെമന്റോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ടു our music partner Sony Music. നല്ല Sony Music team is here on the stage. Veden is handing over the token of appreciation to our music partner. Thank you so much. So now award ceremonies നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സക്സസ് സെലിബ്രേഷന്റെ എനർജി വേറൊരു ലെവലാക്കി മാറ്റി തന്ന വേദന നമ്മൾ മെമന്റോ സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് ഇത്രത്തോളം ഫയർ ആക്കി മാറ്റിയതിലും ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നതിലും മെമന്റോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിലും we are truly grateful and we would like to present you a memento as well. വേദന മെമന്റോ സമർപ്പിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ഈ നിമിഷം സ്വാഗതം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കഥകൾ കേട്ടിരുന്നു നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ പറ്റി. സോ നമ്മുടെ പ്രൊഡ്യൂസറായ ഷിയാസിനെയാണ് വേദിയിലേക്ക് ഈ നിമിഷം സ്വാഗതം ചെയ്യുന്നത്. Please come on to the stage. Our very own producer Shiyaz sir is on the stage to share the token of appreciation to one and only Veden. A big round of applause, ladies and gentlemen. Everyone. Thank you so much. Thank you so much, Shiyazika. And he will be coming back again. കുറച്ച് പേര് വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടു. ഇനിയും നമ്മൾ ഏറ്റവും ഗ്രാൻഡ് ആയിട്ടൊരു എൻട്രി തന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് സ്റ്റേജിൽ നൽകുന്നതായിരിക്കും. അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നതായിരിക്കും. പക്ഷേ വീണ്ടും നമ്മൾ സ്റ്റേജിൽ എംറ്റി ആയിരിക്കുകയാണ്. ഒന്നുകൂടെ നമ്മൾ പോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ we are not bringing yet another star on stage to resume our memento distribution ceremony. Okay. Yes. So ladies and gentlemen, തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ഹാപ്പിനെസ് ആണ്, സെലിബ്രേഷൻ ആണ് എന്ന് റിപ്പീറ്റഡ്ലി പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചതല്ലേ. സോ നൗ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു ഓൾ ഓഫ് യു. സ്റ്റേജിൽ വന്ന എല്ലാവരോടും നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, മനസ്സിൽ എന്താണ് തോന്നുന്നത്. ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് കമ്മിങ് ടു ഓൾ ഓഫ് യു ഹിയർ ഇൻ ദ ഹോൾ. വാട്ട് ആർ യു ഫീലിംഗ്? നിങ്ങൾക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത്? ഹൗ ആർ യു ഫീലിംഗ്? ഹൗ ആർ യു ഫീലിംഗ് എവരിവൺ? How are you feeling? ടോമിനോ ചേട്ടാ എന്താ ഫീൽ ചെയ്യുന്നേ? അടിപൊളിയാണ്. ഓക്കേ. ഇവിടെ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നവർ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ബാക്കിലിരിക്കുന്ന എല്ലാവരും നിങ്ങളെ കാണുന്നില്ലെങ്കിലും സൈഡ് പ്രൊഫൈൽ, ബാക്ക് പ്രൊഫൈലൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങളെ മാത്രമേ ഇങ്ങനെ നോക്കിക്കൊണ്ട്. അമ്മേ ഒരു കാര്യമുണ്ട്, ഇവരെല്ലാവരും ഇനി കുറച്ചു നേരം പോസ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. യെസ് ബിൽജ, ഞാനിപ്പോ ചോദിച്ചു എന്താണ് മനസ്സിൽ തോന്നുന്നതെന്ന്, പക്ഷെ ആരും ഉത്തരം പറഞ്ഞില്ല അല്ലെ. പക്ഷേ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. We are going to find out what you are feeling in your mind. ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണും ഇനി എന്ത് പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. മെമന്റോ ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ സ്റ്റാർസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ വാട്ട് ഇസ് നെക്സ്റ്റ് ബിൽജ? നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ പോവാണ്. ഈ ബ്രേക്ക് എടുക്കാൻ വരുന്ന ആളെ പറ്റി ഞങ്ങൾ ഇൻട്രോ തന്നാൽ ശരിയാവില്ല അല്ലെ. ആൾക്ക് നമ്മളൊരു മാസ് ഇൻട്രോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എവ്രിവൺ ഇവിടെ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളൊരു ബ്രേക്കിലേക്ക് പോവാണ്. ഒരു 30 minutes നമ്മൾ വേറൊരു ലോകത്തേക്ക് തന്നെ പോവുകയാണ്. ആൻഡ് ആർ യു റെഡി എവ്രിവൺ? എല്ലാവരും റെഡി അല്ലേ? യെസ്. If you're ready, you can take a deep breath because this is going to be a mesmerizing show. And I mean before that ഒരു കാര്യം, ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാമിന് മാത്രം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്യൂം ചെയ്യാം. ഇവിടെ നടക്കുന്ന പ്രോഗ്രാം പ്രൊഹിബിറ്റഡ് ആണ്. വീഡിയോ എടുക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബിക്കോസ് ഇവിടെ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ
ടോവിനോ ചേട്ടനെയാണ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. മീഡിയ ഫ്രണ്ട്സ് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇനി നമ്മൾ പോകുന്ന സെഗ്മെന്റ്സിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, പെർമിറ്റ്. പ്രണയമാകട്ടെ, ദേഷ്യമാകട്ടെ, ഓരോ സീനിലും ആ ഇമോഷൻ എല്ലാം നമുക്ക് കണക്ട് ചെയ്തങ്ങ് പീക്ക് ലെവലിൽ എത്തിച്ച് Jakes Bijoy, and I can undoubtedly call him as a magician. Undoubtedly he is a magician, bringing magic over and over through all his films. So ladies and gentlemen, are you ready to welcome Jakes Bijoy on stage? Kayyadiyude kude, can we have the music? Can we have some music to welcome Jakes Bijoy on the stage? മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഒരു പവറാണല്ലേ കിട്ടുന്നത്. സർ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി എനിക്ക് എപ്പോഴും കാണുമ്പോൾ ചോദിക്കണം എന്ന് ഉള്ള ഒരു തോന്നലാണ്, എങ്ങനെ സാധിക്കുന്നതൊക്കെ ഏത് മൂവി എടുത്താലും അല്ലേ. യെസ് സർ, സോ ഓവർ ടു യു. നരവേട്ട സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സക്സസ് സെലിബ്രേഷൻ ആണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് വുഡ് യു ലൈക്ക് ടു സേ? ജേക്ക് സർ സംസാരിക്കുന്നതിന് മുന്നേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും മൈക്കെടുത്ത് സംസാരിക്കുന്നു, നമ്മളോട് പറയുന്നു. പക്ഷേ ജേക്സ് ബിജോയ് being himself as a wonderful singer സ്റ്റേജിലുള്ളപ്പോൾ ആ വാക്കുകൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മിന്നൽ വേണം രണ്ടുപേരും കേൾക്കാൻ. അത് പാടാൻ എൻ്റെ ഒരു അസിസ്റ്റന്റ് നല്ല മിടുക്കനായ ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ സ്പെഷ്യൽ ആക്കുന്നത് when it comes from you. ഞാൻ പാടാം. അതിന് മുമ്പ് എനിക്കത് രണ്ടുപേരും പറയാനുണ്ട്. ഗുഡ് ഈവനിങ് എവരിവൺ. ഇതെനിക്ക് ഒന്നാമത് നമ്മൾ കമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തോന്നിയ ഒരു സിനിമ തന്നെയാണ് ഇത്. ആക്ച്വലി അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള അനുരാജിന്റെ ജേണിയാണ്. പണ്ട് സാലിഗ്രാമത്ത് ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി അനുരാജ് വന്ന സമയം ഞാൻ ഓർക്കുന്നത്. അത് യാദൃശ്ചികമായിട്ട് വന്നു. ആക്ച്വലി അതിൽ വേറെ മ്യൂസിക് ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണല്ലോ പതിവ്. അത് വന്നു. അങ്ങനെ ത്രില്ലേഴ്സും മാസ് മൂവീസും ഞങ്ങൾ കൽക്കിയൊക്കെ ചെയ്ത സമയം എനിക്കൊരു ലവ് സോങ് ചെയ്യാൻ പറ്റി. കാരണം എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമ്മൾ ഇഷ്കില് പറയുവാനെന്ന് പറഞ്ഞ പാട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ പ്രൗഡായിട്ട് പറയട്ടെ, നരിവേട്ടയിലെ പാട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ് സോങ്സ് ഓഫ് ദി ഇയർ ആയിട്ട് മാറി. മിന്നൽ വള അത് പാടാത്ത ആൾക്കാരില്ല. അതിനും അനുവിന് ഞാൻ താങ്ക് യു പറയുന്നത്. കാരണം വളരെ റൈറ്റ്ഫുൾ ചോയ്സ് നമ്മൾ തിരുവേനെ കൊണ്ടുവരാൻ പറ്റി, കൈതപ്പുറ മാസ്റ്ററിനെ കൊണ്ടുവരാൻ പറ്റി. ഇറ്റ് വാസ് എൻ അമേസിംഗ് ചോയ്സ്. ഐ എം സോ ഹാപ്പി അത് നടന്നതിന്. അതുപോലെ തന്നെ ടൊവി ആയിട്ടുള്ള എൻ്റെ ഈ ജേണി അതെന്താ പറയാ, ഒരു ലക്കി ചാം പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോക കഴിഞ്ഞു, ഇപ്പൊ പള്ളിച്ചട്ടമ്പി, ഫ്യൂ അതർ പ്രോജക്ട്സ് ഓൺ ദ ലൈൻ. ടൊവി, ഇറ്റ്സ് എ പ്ലഷർ. എനിക്ക് സന്തോഷം മാത്രം ടൊവി. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ പടത്തിലെ നായകൻ ഇവിടെ ഇരിപ്പുണ്ട്. ഏഞ്ചൽസ് എന്ന എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഒരു ഡൗട്ടും ഇല്ലാതെ, പണ്ട് മലയാളി എന്ന് പറഞ്ഞ ആൽബം ചെയ്ത സമയത്ത് രാജു എൻ്റെ ഒരു മിന്നൽ അഴകി എന്ന് പറഞ്ഞ പാട്ടിൽ രാജു ഉണ്ടായിരുന്നു. പക്ഷെ ഏഞ്ചൽസിലൂടെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് വന്നത്. അത് ഇന്ദ്രേട്ടൻ അതിൽ പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഗംഭീര ഒരു സോങ് തന്നെ പാടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഇന്ദ്രേട്ടൻ. പ്ലഷർ യു ഹിയർ. പിന്നെ ഈ പടത്തിൽ എനിക്ക് വേറെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കേട്ടോ. കാരണം ത്രൂ ഔട്ട് ദ ജേർണി വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഇപ്പൊ സിദ് ശ്രീറാമിനെ കൊണ്ടുവരണോ അല്ലെ ഏത് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനോ ആ ഒരു അത്യാവശ്യം നിങ്ങൾക്കറിയാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ആൻഡ് നമ്മളിത് പല ഓപ്ഷൻസ് ട്രൈ ചെയ്തു. ബട്ട് എനിക്കെന്തോ ഈ ഒരു പാട്ടിന് സിഡ് വന്നാൽ കറക്റ്റ് ആയിരിക്കും. പുളുകുന്നിൽ ഒരു പാട്ടാണ്, നോട്ട് ദി ഓബിയസ് ചോയ്സ്. പക്ഷെ എന്നാലും സിഡ് വന്നാൽ അത് കൈതപ്രസാദ് സാറിന്റെ ലിറിക്സിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നാൽ ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നു. ചിലപ്പോൾ പാളിയാൽ അത്രയും പൈസയും പോകും. പക്ഷെ എന്നാലും ആ ഒരു റിസ്ക് ടിപ്പും ഷിയാസൊക്കെ എടുത്തു. താങ്ക് യു സോ മച്ച്. അതിൻ്റെ റിസൾട്ട് വന്നു. പിന്നെ രാവും പകലില്ലാതെ നമ്മുടെ വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസ് ആണോ സ്റ്റുഡിയോയിലുള്ള അവരെ എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഡോൺ, പിന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരും ഉണ്ട്. മിഥുൻ എഞ്ചിനീയർ, പിന്നെ ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്ന അൻവർക്ക ഞങ്ങളുടെ കൂടെ സ്റ്റുഡിയോയിൽ ആറാറിന്റെ സമയത്ത് 2 ദിവസം ത്രൂ ഔട്ട് സ്റ്റുഡിയോയിൽ അവിടെ ഇരിക്കുകയാണ്. കാരണം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിനെ ഫുൾ ടൈം ഞങ്ങൾ കൂടെ കൊണ്ടുവന്നു. ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗംഭീര ഒന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ സോങ് ആയിക്കോട്ടെ, ക്ലൈമാക്സിൽ വരുന്ന ആ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സോങ്. കാരണം അതൊരു കുട്ടി പാടി അത് ആ വിഷ്വൽ, ആ ഹൈ സ്പീഡ് ഷോട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ പട്ടിയുടെ ഷോട്ടും ആ മൊത്തത്തിലൊരു ആംബിയൻസിൽ വി നീഡ് ദ റൈറ്റ് ലിറിക്സ്. ഹൂ എൽസ് ദ മജീഷ്യൻ വർക്ക്. താങ്ക് യു അൻവർക്ക.
ഓൾവേസ് എ പ്ലഷർ. നമ്മൾ ഇനിയും ഒരുപാട് പടങ്ങൾ വരാനിരിക്കുന്നു. താങ്ക് യു അൻവർക്ക്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഈ പടത്തിൽ മ്യൂസിക്കലി അസോസിയേറ്റ് ചെയ്ത എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ആൻഡ് ഓൾവേസ് ഇറ്റ്സ് ബീൻ എ പ്ലഷർ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം. എൻ്റെ ഒരു ഐഡന്റിറ്റി ആയി മിന്നൽ വള. സോ ഹാപ്പി. എല്ലാവർക്കും ഇപ്പോഴും അഡിക്റ്റ് തന്നെയാണ് മിന്നൽ വള എന്നുള്ള സോങ്. ഏത് വരി എടുത്തോട്ടെ കാണാപ്പാടാണ്. അതിൽ ഞങ്ങൾ ഇവിടെ തുടങ്ങിയപ്പോൾ ആക്ച്വലി നരിവേട്ട മൂവിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ് മിന്നൽ വള എന്ന സോങ്. അതുണ്ടാക്കിയ ഓളം ചെറുതല്ല. ലാവല്ലോ രാവല്ലോ അതിനൊരു ഡിബേറ്റ് വരെ നടന്ന ഒരു പാട്ടാണ്. ഇത്രയും ഡിബേറ്റ് അടിക്കുന്ന വേറെ ഒരു പാട്ടിനും അന്ന് കണ്ടന്റ് ഇല്ലാതിരുന്നപ്പോ ഇങ്ങനെ ഓരോ പരിപാടികൾ വന്നത് നന്നായി. ഇനിയൊരു 2 വരി ഞങ്ങൾക്ക് കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. എല്ലാരും പാടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മനസ്സിലൊക്കെ വിട്ടോ ഒന്ന് പാടിക്കാം. 1 2 3 4. മിന്നൽ വള പെണ്ണഴകേ, എത്തിത്തോടാൻ മാറിവില്ലാണു നീ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ജയ്സാറിന്റെ ഒരു ജേർണിയെ കുറിച്ച് പറഞ്ഞു, ആദ്യത്തെ സിനിമയെ കുറിച്ച് പറഞ്ഞു. 2007 തോന്നുന്നു മിന്നൽ അഴകെ പാട്ട് വന്നതല്ലേ. അന്ന് മുതൽ ജേർണിയിലെ ഭാഗമായത് എല്ലാവർക്കും ഇങ്ങനെ താങ്ക് യു പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കായിരുന്നു. ഐ ഷുഡ് സേ ആസ് എൻ ഓഡിയൻസ് വി ഷുഡ് താങ്ക് യു. നമ്മളെ കൂടുതൽ റൊമാൻറ്റിക് ആക്കുന്നതിന്, നമ്മളെ കൂടുതൽ പ്രണയത്തിൽ ആഴ്ത്തുന്നതിന്, നമ്മളെ കരയിപ്പിക്കുന്നതിന്, നമ്മളെ ദേഷ്യത്തിൽ ആഴ്ത്തുന്നതിന്, അമർഷം തരുന്നതിന്, ദേഷ്യം തരുന്നതിന്, ആവേശം തരുന്നതിനെല്ലാം വി ആർ truly grateful and we are so happy and proud that you are here in Malayalam film industry. അതെ, നമ്മുടെ പ്രേക്ഷകരുടെ പൾസ് അറിയാവുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പാട്ടുപാടി നമ്മളോട് സംസാരിച്ചു, പക്ഷെ സ്റ്റേജിൽ നിന്ന് പോവാനായിട്ടില്ല. We are here going to distribute some mementos. ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. മൊമെന്റോ ഡിസ്ട്രിബ്യൂഷൻ. Now we are about to welcome our music production team. And also ഈ നിമിഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മൈൻഡ് സ്കോർ മ്യൂസിക് സ്റ്റുഡിയോ. Recorded and produced Mind Score Music Studio. Do we have anyone? ഒരു ത്രില്ലറാണ് എന്നാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ റിലീസിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ടീസർ ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നമ്മളോട് സംസാരിക്കുന്നു, അതോ ടീസറിന് ശേഷം? അത് കഴിഞ്ഞ് സംസാരിച്ചാൽ മതിയോ? ഓക്കെ, അത് കഴിഞ്ഞ് സംസാരിക്കാം. അപ്പോൾ yes, we can be in the side of stage. So ladies and gentlemen, ധീരം സിനിമയുടെ ടീസറിലേക്ക് നമ്മൾ പോകുകയാണ്. Seeking all of your kind attention on the screen, and here comes the teaser of ധീരം. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത്. അവന്റെ ഭവനത്തെ ആക്രമിക്കുകയും എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണതിന് വീണ്ടും എഴുന്നേൽക്കും. ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ്. For every crime there is a punishment. So of course ത്രില്ലറാണ്. ത്രില്ലർ എപ്പോഴും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ജോണറാണല്ലേ. ഹലോ, സോ എന്തിനു ചേട്ടാ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നടനാണെങ്കിലും സഹനടനാണെങ്കിലും വില്ലനാണെങ്കിലും ഇനി കോമഡി കഥാപാത്രമാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ഓക്കെയാണ്. അപ്പൊ ഇനി ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയിലേക്ക് കൂടുതൽ അഭിനയ മുഹൂർത്തങ്ങളിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യണം അല്ലേ. ആദ്യം
ആദ്യം ആറിലേക്ക് മൈക്ക് തരണം. ആരാണ് നമ്മുടെ ത്രില്ല് കൂട്ടാനായിട്ട് പോകുന്നത്? ഡയറക്ടേഴ്സ് സംസാരിക്കും അല്ലേ? ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ജിതിൻ എന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ക്രൗഡിനെ അഭിസംബോധന ചെയ്യുന്നത്. സോ എനിക്കതിൻ്റെ നെർവസ്നെസ് ഉണ്ട്. അതും ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. മായാനദി, കൽക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ഇതിൻ്റെ ഹോൾ ക്രൂവിനോട് എൻ്റെയും ധീരത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ടിപ്പു, ഞങ്ങളുടെ സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ധീരം ആക്ച്വലി നവംബറിൽ റിലീസ് ചെയ്യാണ്. ഇത് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിനു മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ ചേട്ടനെ വെച്ച് ഈ പടം ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തോടും എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായും ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഇതിലൊരു ഡ്രാമയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് മൂവിയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. വലിയൊരു സക്സസ് തന്നെ ആവട്ടെ ധീരം, അല്ലേ ഇന്ദ്രജിത്ത് ചേട്ടാ? അങ്ങനല്ലേ? അതെ, അങ്ങനെ തന്നെ. ആദ്യം നരിവേട്ടയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു സാമൂഹിക പ്രസക്തിയുള്ളൊരു സിനിമ, ഒരു സബ്ജക്റ്റ് ഏറ്റെടുത്ത് അത് സംവിധാനം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അനുരാജ് മനോഹർ. അതുപോലെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്നതിലുപരി ആ സിനിമ പ്രേക്ഷകരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ താൻ ചെയ്യുന്ന സിനിമ ജനങ്ങളോട് വിളിച്ചു പറയണം എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ടിപ്പു ആൻഡ് ഷിയാസ് ആൻഡ് ടോബി. ARM പോലൊരു ഹ്യൂജ് കമേഴ്ഷ്യൽ സക്സസിന് ശേഷം ഇങ്ങനൊരു സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യുന്നൊരു സിനിമയ്ക്ക് കൈകൊടുത്ത് മുന്നോട്ട് വന്ന് ഇതൊരു ബിഗ് സ്കെയിൽ സിനിമയല്ലെങ്കിൽ പോലും ഇത് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ഈ സിനിമയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്തതിന് ആൻഡ് എനിക്ക് തോന്നുന്നു, ഞാൻ സിനിമ കണ്ടതാണ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ഫൈനസ്റ്റ് പെർഫോമൻസസ് ടു ഡേറ്റ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ 25 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷേ ടോബി ഓരോ കഥാപാത്രത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു പാഷൻ ഉണ്ട്, ഒരു ഗ്രിറ്റ് ഉണ്ട്. ശരിക്കും അത് ടോബിയുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും. ടോബി സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ പറ്റും. അത് തന്നെ വെൻ യു ഡു ദാറ്റ്, വെൻ യു ഹാവ് ദാറ്റ് പാഷൻ ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. ആൻഡ് അത് ശരിക്കും നരിവേട്ട കണ്ടപ്പോൾ ഓരോ സീനിലും ഓരോ ഷോട്ടിലും എനിക്ക് തോന്നിയ കാര്യമാണ്. അതുകൂടാതെ ജേക്സ് ഇസ് വെരി ഡിയർ ടു മീ. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജേക്സിനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ജേക്സ്, ഒരു പാട്ട് ഞാൻ കേട്ടല്ലോ, അതെനിക്കൊന്ന് അയച്ചിരുന്നു, ഒന്ന് കേൾക്കാനാണെന്ന് പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല ഏത് സോങ് ആണെന്ന്, ബട്ട് തമിഴ് സോങ് ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് വി യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട്. ജേക്സ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് ആർട്ടിസ്റ്റ് സുരാജ്, ആര്യ, ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് ടു എവറിബഡി. ആൻഡ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ടീമിനും എൻ്റെ ആശംസകളും ഭാവുകളും ഞാൻ നേർന്നു കൊള്ളുന്നു. താങ്ക് യു. ആൻഡ് ധീരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പോലീസ് വേഷങ്ങളാണ്. 25 സിനിമകളോളം മറ്റായി പോലീസായിട്ട്. അപ്പം ഇനിയൊരു പോലീസ് വേഷം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം സമ്മാനിക്കുന്നൊരു സിനിമയായിരിക്കണം, അതൊന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യം ജിതിനെ പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജിതിനെ പോലീസ് ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആലോചിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ സംസാരിച്ചു. ജിതിൻ ആർട്ട് ഫിലിം മേക്കറാണ്. ജിതിൻ്റെ വർക്ക്സും ജിതിൻ ചെയ്തിട്ടുള്ള ആൽബംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ല ചേട്ടാ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞാണ് ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു സീരിയൽ മർഡർ മിസ്റ്ററിയാണ് തീർച്ചയായിട്ടും. പക്ഷേ അത് മാത്രമല്ല ഈ സിനിമ. അതിനപ്പുറത്തൊരു സോഷ്യൽ ഇഷ്യൂവിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഡെയിലി പത്രത്തിലുമൊക്കെ വായിക്കുന്ന ന്യൂസിലുമൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, അത് കാരണം ഇവൻച്വലി ആരാണ് ബാധിക്കപ്പെടുന്നത്, അങ്ങനെയുള്ളവരുടെ കഥയും കൂടെ പറയുന്ന ഒരു സിനിമയാണ് ധീരം എന്ന സിനിമ. സോ മോർ ദാൻ എ ത്രില്ലർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നൊരു സിനിമ കൂടിയായിരിക്കും ധീരം. ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഈ സിനിമ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. നവംബറിൽ സിനിമ റിലീസ് ചെയ്യണം. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പോയി കാണുന്നതായിരിക്കും. നമ്മളെല്ലാവരും പറഞ്ഞല്ലോ, മലയാളം സിനിമയുടെ ഗ്രാഫ്